ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷാവിധി പിന്നീട്. പ്രതികളുടെ മാനസികാരോഗ്യ റിപ്പോർട്ട് ഹാജരാക്കാൻ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു. കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. പ്രതികൾക്ക് പറയാനുള്ളത് നേരിട്ട് കേട്ട ശേഷമാകും ശിക്ഷാവിധി. കേസിൽ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇന്നിപ്പോൾ ഉണ്ടായതൊരു സ്വാഭാവിക നടപടിക്രമം എന്ന തരത്തിലേക്ക് വിശേഷിപ്പിക്കാമോ? അനുജ, അങ്ങനെ മാത്രമല്ല. കാരണം ഈ പ്രതിഭാഗം വക്കീൽ അഭിഭാഷകൻ ഇന്ന് PP ഹാരിസ് ഇന്ന് കോടതിയിൽ ഹാജരായി പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഇളവ് നൽകണം, വധശിക്ഷ നൽകരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഏകദേശം 1.5 മണിക്കൂറോളം അദ്ദേഹം വാദം തുടർന്നു. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് പ്രതികളിൽ എല്ലാവർക്കും 50 വയസ്സിൽ താഴെ മാത്രമാണ് പ്രായം. ഒപ്പം തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇത്. ഇത്തരത്തിലുള്ള കേസുകൾ ഇതിനു മുമ്പും ആവർത്തിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ഉദാഹരണമായി TP ചന്ദ്രശേഖരൻ കേസ് കൂടി അദ്ദേഹം പരാമർശിച്ചു. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധത്തിന് മുൻപും പിൻപും കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേസ് TP ചന്ദ്രശേഖരൻ 51 വെട്ടാണെങ്കിൽ ഇവിടെ രഞ്ജിത്തിന് അത്രത്തോളം വെട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, അപൂർവങ്ങളായി വിശേഷിപ്പിക്കാൻ സാധിക്കില്ല തുടങ്ങിയുള്ള വാദങ്ങൾ ഉന്നയിച്ചു. ഒപ്പം തന്നെ മറ്റു ഗൂഢാലോചന ഉണ്ടായില്ല. ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്. ഷാൻ വധക്കേസിന് ശേഷം പ്രതികൾക്ക് പ്രകോപനമുണ്ടായി. അങ്ങനെ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കൊലപാതകമാണ്, ഒരു പ്രതികാരമാണ്. അല്ലാതെ മാസങ്ങൾ നീണ്ട ഗൂഢാലോചന എന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റാണ് അടക്കമുള്ള കാര്യങ്ങളാണ് നിരത്തിയത്. പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞു പരമാവധി പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകും. ഈ കേസ് ഇനി 25-ാം തീയതിയാണ് കേസ് കോടതി പരിഗണിക്കുക. ശരി, രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലാണ് ശിക്ഷാവിധി. പിന്നീട് പ്രതികൾക്ക് പറയാനുള്ളത് നേരിട്ട് കേൾക്കും.